ഐ എം DSP മൂർത്തി ഫ്രം തമിഴ്നാട് പോലീസ്. ടോണിയുടെ ഫാദറാണ്. ടോണി അവനോടില്ല. എനിക്ക് ടോണിയെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. മോളിക്കുട്ടി, ഞാന് ടോണിച്ചായൻ. പതുക്കെ. ടോണിച്ചായൻ എവിടെയായിരുന്നു ഇത്രയും ദിവസം? അപ്പച്ചൻ എന്തി? അപ്പച്ചൻ ഉറങ്ങിയോ? ഇല്ല. മോളിക്കുട്ടി, ആരാടി അവിടെ? നിന്നോട് ചോദിച്ചത് നീ ആരോടാ സംസാരിച്ചതെന്ന്. എടി, ആരോടാ സംസാരിച്ചതെന്ന് ചോദിച്ചു കേട്ടില്ലേ? എന്റെ ഈശോയെ, ദേ കണ്ടോ, ഇനി എന്തൊക്കെ ഇവൻ വരുത്തി കൂട്ടാൻ പോകുന്നെന്ന് ദൈവത്തിനറിയാം. നീ എങ്ങനെ ഇവിടെ എത്തി? പോലീസ്? അപ്പച്ച, എന്തുവാ നിങ്ങളുടെ ഉദ്ദേശം? ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കോണം. ഞങ്ങളെയും കൂടി പോലീസ് കൊടുക്കാനാണോ? പ്രായം ഒരു പെണ്ണി വീട്ടിലുണ്ട്. മറിയാമ്മേ, ഒച്ച ഉണ്ടാക്കി നാട്ടുകാരെ കൂടി അറിയിക്കണ്ടേക്ക്. ഓ, അല്ലേലും പിന്നെ നാട്ടുകാർ അറിയാതിരിക്കുക മോന്റെ കൊണവധികാരം. ടിവിയിലും പത്രത്തിലും. എന്റെ കർത്താവേ, എനിക്ക് വയ്യ. എന്തിനാടാ മഹാഭാവി നീ ആ കൊച്ചിനെ കൊന്നത്? ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. അപ്പച്ചനെ ഇത് വിശ്വസിച്ചോ? ഞാനൊരു പെൺകുട്ടിയെ, അതും കണ്ടിട്ടും കേട്ടിട്ടില്ലാത്തൊരു കുട്ടിയെ. അപ്പച്ച, ഞങ്ങളല്ലേ ഇത് ചെയ്തത്, വേറെ ആരോ ആണ്. അപ്പച്ചൻ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അതിപ്പോ കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഒരു അഡ്വക്കേറ്റിനെ കണ്ട് നമുക്ക്... നിങ്ങൾ ഈ വയസ്സുകാലത്ത് എന്നെ മോളെ ഇവിടെ ഇട്ടേച്ച് കൊലക്കുറ്റ ഏറ്റുപിടിക്കാൻ പോവാണോ? ഇപ്പൊ തന്നെ പോലീസുകാരെ കൊണ്ട് കിടക്കപ്പുറതിയില്ല. പോലീസുകാരാ? അതേടാ മോനെ, ഇവിടുത്തെ മൂത്തപുത്രൻ കളക്ടർ ഉദ്യോഗസ്ഥനല്ലേ, കണ്ടു വന്നിക്കാൻ വന്നതാ. മറിയാമ്മേ, ഓ, എനിക്കൊന്നും പറയാൻ പാടില്ലല്ലോ. ഞാൻ രണ്ടാനമ്മയായി പോയില്ലേ? ഒരു കാര്യം ചെയ്, വരുന്ന പോലീസുകാരെയും ഇവനെ തിരക്കി വരുന്ന റൗഡികളെയും വിളിച്ചിരുത്തി അങ്ങ് സൽക്കരിച്ചോ. റൗഡിയാണോ? ആ, മോട്ടോർ സൈക്കിൾ എടുത്ത് വന്നിരുന്നു, കയ്യിലൊരു കത്തിയും കൊണ്ട്. ഇവന്റെ ശവവും കൊണ്ടേ പോവുള്ളെന്ന്. എന്റെ പൊന്നു മോനെ, നിന്റെ കാല് ഞാൻ പിടിക്കാം. ഇയാളെയും കൂടി കൊലയ്ക്ക് കൊടുത്ത് എന്നെ എന്റെ മോളെ വഴിയാധാരാക്കരുത്. കൊച്ചമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. പോവാം. ടോണി, ഹരി, ഒരു ബൈക്കിന്റെ ശബ്ദം. ഒരു ബൈക്കിന്റെ ശബ്ദം. എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. ഒരു ബുള്ളറ്റിന്റെ ശബ്ദമാ കേട്ടത്. ബുള്ളറ്റ്, തേങ്ങാ കൊല. അളിയന്റെ വല്ല നോവലും സ്വപ്നം കണ്ടായിരിക്കും. അല്ലെന്ന് ഞാൻ ശരിക്കും കേട്ടതാ. അയ്യോ, അല്ല ടോണി, ഇനിയിപ്പോ എന്താ ചെയ്യുക? നിന്റെ തന്തപ്പടിയുടെ കൈവിട്ട സ്ഥിതിക്ക് രണ്ട് വഴിയേ ഉള്ളൂ. നേരെ ചെന്നങ്ങ് പിടികൊടുക്കുക, സത്യം കർത്താവ് തെളിയിക്കട്ടെ, അന്ന് പുറത്തിറങ്ങാം. അല്ലെങ്കിൽ പിന്നെ നേരെ അങ്ങ് മുങ്ങുക, സത്യം തെളിയുന്നവരെ. രണ്ടിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ സാധാരണ റിസ്ക് ആണോ? ഇനിയിപ്പോ പിടി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോലീസുകാരടിച്ച് ഷേപ്പ് മാറ്റും. മുങ്ങി നടക്കാമെന്ന് വിചാരിച്ചാൽ എന്തൊരു ടെൻഷൻ. ഇതേപോലെ ഒരു ബൈക്കിന്റെ ശബ്ദമോ വിമാനത്തിന്റെ ശബ്ദമോ കേൾക്കുമ്പോ ടൂ മച്ച്. എന്നെ പറഞ്ഞാ മതിയല്ലോ. ആ വാരികയിൽ വാരഫലം എഴുതുന്ന ശങ്കരശാസ്ത്രി പറഞ്ഞതാ, എനിക്കിപ്പോൾ രാഹുൽ കേതുവിന്റെ അപഹാരമാണെന്ന്. അപമാനം, അന്യദേശവാസം, മരണഭീതി. അയ്യോ, എനിക്ക് വയ്യ. എന്റെ അമ്മ പണ്ടേ പറഞ്ഞതാ, ഈ ഡിക്റ്റേറ്റീവ് നോവൽ എഴുതി അറം പറ്റുമെന്ന്. ടോണി, ഞാൻ കേട്ടത് സത്യം. ബൈക്കിന്റെ ശബ്ദം ഞാൻ കേട്ടതാ. ആരുടെയോ പിച്ചാത്തി പിടിയില്ല
നമ്മുടെ ജീവിതം. സത്യം പറയടാ, നീയല്ലേ ദേവിയെ കൊന്നത്? അല്ല, ഞാനല്ല. നിങ്ങളാണ് ചെയ്തെന്ന് കരുതി നിങ്ങളെ കൊല്ലാനാണ് ഞാൻ വന്നത്. നീ അല്ലെങ്കിൽ പിന്നെ ആരാ? സത്യം പറയാൻ പറയടാ, പറയാൻ.